നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും ക്രൂരമായ ഒരു ചിന്ത എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് എങ്ങനെ ഉണ്ടായത്? എനിക്ക് അറിയില്ലല്ലോ ഈശ്വര. ആനന്ദേട്ടാ, ഇവൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അമ്മ എന്താ ഓട്സിലിട്ട് ശ്യാമയ്ക്ക് കൊടുത്തത്? ഓട്സ് ഞാനാ ഉണ്ടാക്കി കൊടുത്തേ. അതിനെന്താ? കണ്ടില്ലേ, കൊടും പാതകം ചെയ്തിട്ട് പിന്നെ നിന്ന് നാടകം കളിക്കുന്നു. കഷ്ടം. ഇങ്ങനെ അതൊന്നും പറയാതെ കാര്യം എന്താണെന്ന് പറ. അച്ഛാ, അത് അമ്മ ശ്യാമയ്ക്ക് കൊടുത്തില്ലേ ആ ഓട്സ്? അതിലൊരു മാരകമായ വിഷം ചേർത്തിരുന്നു. ഡോക്ടർ പറഞ്ഞതാ, കഴിച്ച ഓട്സിലൂടെയാ ശ്യാമയുടെ ഉള്ളില് വിഷം ചെന്നിട്ടുള്ളതെന്നാ റിസൾട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ആനന്ദേട്ടാ, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. വിഷോ? ഒരിക്കലുമില്ല. സത്യം പറ, നീ എന്താ ചെയ്തത്? ആനന്ദേട്ടാ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇല്ല, ഇവരങ്ങനെ ചിന്തിക്കും. ശ്യാമയെ ഈ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചപ്പോഴും വലിയ സ്നേഹം നടിച്ചപ്പോഴും ഇവരുടെ ക്രൂരത ഞാൻ മുൻപേ തിരിച്ചറിയണമായിരുന്നു. ഇല്ല, വെറുതെ പറയാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാ അത് ചെയ്തത്? ആനന്ദേട്ടാ, എനിക്കറിയില്ല. സത്യം പറ, നീ എന്തിനാ അതിൽ വിഷം ചേർത്തത്? അയ്യോ ആനന്ദേട്ടാ, ആനന്ദേട്ടനെങ്കിലും എന്നെ വിശ്വസിക്കും. ഞാനങ്ങനെ ചെയ്ത അങ്ങനെ തന്നെ വേണം. അമ്മയ്ക്ക് അത് തന്നെ വരണം. ഇപ്പോ എന്നെ ഇഷ്ടമല്ല, ശ്യാമയല്ലേ ഇഷ്ടം. അനുഭവിക്കും. ആനന്ദേട്ടാ, ഞാൻ വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഈ ഒരു നിമിഷം ഞാൻ വെറുത്തുപോയി. എന്റെ ഭാര്യയെ ഞാൻ വെറുത്തുപോയി. നമുക്ക് പോവാം. പൊയ്ക്കോ, എന്റെ മോള് പൊയ്ക്കോ. ഇനി ഞാൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറയില്ല. കൊലപാതകികളാ അവിടെ ഉള്ളത്. എന്റെ മോള് രക്ഷപ്പെട്ടു പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ശ്യാമേ, വാ. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും.
എന്റെ കുഞ്ഞിനെ കൊല്ലണോ അല്ലേ? ഇനി ഒരു നിമിഷം ഇവളെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. ഇറങ്ങടി. എടി ഈ വീട്ടിന് പുറത്തിറങ്ങാൻ. ഇറങ്ങി എങ്ങോട്ടെന്ന് വെച്ചാ പോ. എടി ഇറങ്ങി പോവാൻ. നീ താനെ പോകുന്നോ അതോ ഞാൻ നിന്നെ ഇവിടുന്ന് പിടിച്ചിറക്കി വിടണോ? അരുൺ, ഇറങ്ങടി. എടി ഇറങ്ങടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോവാൻ പറഞ്ഞാൽ നീ പോവില്ലല്ലേ? എടി ഇറങ്ങി പോടി. ഈ വീട്ടിൽ നിനക്കിനി ഒരു സ്ഥാനവുമില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. എടി എടി ഇറങ്ങടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോവാൻ പറഞ്ഞാൽ നീ പോവില്ലല്ലേ? ആദ്യേട്ടാ പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് പ്ലീസ്. അച്ഛ, ഞാൻ കാല് പിടിക്കാം. എന്നെ ഇറക്കി വിടരുത് പ്ലീസ്. അച്ഛ പ്ലീസ് അച്ഛ, എന്നെ പുറത്താക്കരുത്. ഇല്ല, ഞാൻ വിടില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. എന്നെ പറഞ്ഞു വിടല്ലേ അച്ഛ. ഐശ്വര്യന്റെ കാലേന്ന് വിടാനാ പറഞ്ഞത്. എന്നെ കൊന്നാലും ഞാൻ വിടില്ല. അച്ഛൻ എന്നെ രക്ഷിക്കണം. അച്ഛാ, ഇതല്ല ഇവളുടെ അടവാ. ഇനിയും ഇവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് എല്ലാവർക്കും അവള് വിഷം കലക്കി തരും. അത് ഉറപ്പാ. ഐശ്വര്യ എഴുന്നേൽക്ക്. ഇല്ല, പറയുന്ന കേൾക്ക്. എഴുന്നേൽക്ക്. എന്നെ ഇവിടെ ഇറക്കി വിട്ടാ ഞാൻ എവിടെ പോവാൻ അച്ഛ? പ്ലീസ് അച്ഛ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഞാൻ ശ്യാമയോട് മാപ്പ് ചോദിക്കാം. ഞാനിനി ആവർത്തിക്കില്ല. ഉറപ്പായിട്ടും ഞാനിനി ഇത് ആവർത്തിക്കില്ല. എഴുന്നേക്കടി. മതി നിന്റെ അഭിനയം. എഴുന്നേക്കടി. നിന്നോടല്ലേ പറഞ്ഞ എഴുന്നേക്കാൻ. ഇറങ്ങി പോടി. പുറത്തു പോവാൻ. ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. ഇറങ്ങി പുറത്തു പോവാൻ. ഇറങ്ങി പോ. ഇറങ്ങി പോടി. ഇനി നീ വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെച്ചാ നിന്റെ ആ കാൽ ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.